കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ആക്ച്വലി യു ആർ ഓൾസോ വർക്കിംഗ് ഫോർ പ്ലാനിങ് ഫോർ ആനിമേഷൻ സബ്ജക്ട് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? ഇപ്പോഴും നടക്കുവാണ്. ഹോപ്പ്ഫുള്ളി ഐ നീഡ് ടു ഗെറ്റ് ബാക്ക്. ആനിമേഷൻ പ്രോസസ് ഇപ്പോൾ നടക്കും. ഇറ്റ് ഇസ് നോട്ട് എ ഫീച്ചർ ഫിലിം, ഇറ്റ്സ് എ ഷോർട്ട് ഫിലിം. പക്ഷെ ഇറ്റ്സ് എ ഹാൻഡ് ഡ്രോൺ 2D animation short film. So it is taking its time for production. We are now in its final phases. എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു പ്രോജക്റ്റ് ആണ്. നമ്മുടെ നാട്ടിലുള്ള അനിമേഷൻ എന്ന് പറയുന്നതിന് ഇപ്പം ആസ് ഓഫ് ടുഡേ അതിനൊരു മാർക്കറ്റ് സ്കോപ്പോ ഒന്നുമില്ല. പക്ഷെ ആസ് എ ഫിലിം മേക്കർ, അനിമേഷൻ ആസ് എ മീഡിയം ഓൾവേസ് ഫാസിനേറ്റ്സ് മീ. കാരണം നമുക്ക് റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത എന്തുമാത്രം സാധ്യതകളുടെ ഒരു ലോകം അനിമേഷനിൽ നമുക്കിപ്പോൾ പറ്റുന്നുണ്ട്. അപ്പം അത് വേറൊരു ഫോർമാറ്റാണ്. അത് ഐ എം ഓൾസോ ലേണിംഗ് വിത്ത് ഇറ്റ് ഓൺ ദ ഗോ. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വി ആർ പാർട്ട്ണറിങ് വിത്ത് അനദർ കമ്പനി കോൾഡ് കാർമണ്ട് ഇൻഫിനിറ്റി. അപ്പം അവരുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാർമണ്ട് ഇൻഫിനിറ്റി കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു അനിമേഷൻ സ്റ്റുഡിയോ ആണ്. അപ്പം നമ്മുടെ രണ്ടുപേരുടെ ഒരു കൊളാബറേഷനിലാണ്. ഐ ഹവ് റിട്ടൺ ദ സ്ക്രിപ്റ്റ് ഫോർ ഇറ്റ്. ഇറ്റ് ഈസ് എ 17th century, ഇറ്റ്സ് എ പീരിയഡ് ഫിലിം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം വി ആർ വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അതിൻ്റെ every 2 weeks I still make time to go there and see the progress of the film. And അത് ഓരോ വട്ടവും അത് കാണുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഹൈ ഭയങ്കരമാണ്. അപ്പം ഒരു 2D animation പ്രോസസ് ഇറ്റ് സെൽഫ് ഇസ് ഹ്യൂജ്. അപ്പം അതിന് ആ പൈപ്പ് ലൈൻ പഠിക്കുക, സൈക്കിള് പഠിക്കുക, വർക്ക് ഫ്ലോ പഠിക്കുക. അപ്പം എനിക്കും അതൊരു ഭയങ്കര പുതിയ ലേണിംഗ് ആസ് എ ഫിലിം മേക്കർ. എനിക്ക് ഭയങ്കര പുതിയ ലേണിംഗ് ആണ്. ബട്ട് ദെൻ ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അത് വി പ്ലാൻ ടു ടേക്ക് ഇറ്റ് ടു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ് ഫസ്റ്റ്. എന്നിട്ട് വി വോണ്ട് ടു സീ വെയർ ഇറ്റ് ഗോസ് ഫ്രം ദെയർ. എനിക്ക് ഐ വാസ് വെരി ന്യൂ ടു ഇറ്റ്. ഐ വാണ്ടഡ് ടു അറ്റംപ്റ്റ് ദിസ് ഫോർ സോ ലോങ് നൗ. ഞാനൊരു കോവിഡ് ടൈം തൊട്ട് ഇത് ട്രൈ ചെയ്യുകയാണ്. ബട്ട് ദെൻ ഇറ്റ് ഈസ് ഇമ്മെൻസ്ലി കോസ്റ്റ്ലി ടു ഡു ദിസ്. ഇത് ഈസി അല്ല ഇത് പുൾ ഓഫ് ചെയ്യാന്ന് പറയും. ഈവൻ ഫോർ ഞങ്ങൾ ചെയ്യുന്ന ഒരു ലെസ് ദാൻ 15 minutes ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. എൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു മലയാള സിനിമയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റും അതേ ചിലപ്പോൾ. ഇറ്റ് ഈസ് ഇമ്മെൻസ്ലി കോസ്റ്റ്ലി ടു ഡു ഇറ്റ്. കാരണം അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ് അത്രയും ബിഗ് ആണ്, ഈവൻ ഇഫ് ഇറ്റ്സ് ഫോർ ദറ്റ് സ്മോൾ ഡ്യൂറേഷൻ. അപ്പം അത് നമ്മൾ പുൾ ഓഫ് ചെയ്യാൻ തന്നെ നമുക്ക് നല്ല എഫേർട്ട് വേണം. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം അത് ഈ സ്പെൻഡ് ചെയ്യുന്ന പ്രീ പ്രൊഡക്ഷനിലാണ്, അതിൻ്റെ പ്രോസസ്സിൽ. ഇവൻച്വലി ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൂടുതലും പ്രീ പ്രൊഡക്ഷൻ സമയത്താണ് നടക്കുന്നത്. നമ്മൾ അനിമാറ്റിക്സിൽ തന്നെ എല്ലാം ഫൈനലാക്കിയിട്ടാണ് അനിമേഷൻ പ്രോസസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. So all this process itself was new to me. And then I was going back and rewriting script to figure out the process better. അങ്ങനെ പല ഒരുപാട് സെഷൻസ് ഞാൻ ഇവരുമായിട്ട് ഇരുന്നിട്ടുണ്ട്. And we are trying to fund it on our own. These two companies are trying to, because there's literally not an existent market. അതിനൊരു ബിസിനസ് സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് എ കോളിംഗ് ഓഫ് ദ ഹാർട്ട്. അതങ്ങ് ചെയ്യുക, ഇനി അത് വരുന്നിടത്ത് വെച്ച് നോക്കുക, അതിൻ്റെ പൈസ റിക്കവർ ആവോ ഇല്ലയോ വി ഡു നോട്ട് നോ. പക്ഷേ ഇറ്റ് ഈസ് ആൻ എഫേർട്ട് ദാറ്റ് വി ആർ പുട്ടിങ് ഇൻ ബിക്കോസ് വി ആർ ഇൻ ലവ് വിത്ത് ദാറ്റ് മീഡിയം. സോ അതാണ് ചെയ്യുന്നത്. We'll certainly connect once again to talk about that film once it is ready. Sure. അത് റെഡി ആകുമ്പോൾ കിങ്കര കാവ്യം എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ ടൈറ്റില്. പോയം ഓഫ് ദി എൻസ്ലേവ്ഡ് എന്നുള്ളതാണ് ഐഡിയ. അപ്പം ഒരു പീരിയഡ് സെറ്റിങ്ങിൽ 17th century ഒരു ലവ് സ്റ്റോറിയാണ്, 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള. അപ്പം നമ്മുടെ ആ 17th century കൊച്ചിയിൽ ആ കാലങ്ങളിൽ സ്ലേവ് ട്രേഡുകൾ നടന്നിട്ടുണ്ട് എന്നാണല്ലോ നമ്മുടെ റെക്കോർഡിക്കലായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ആഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള അടിമകളെ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തിരുന്നു, ഇവിടെ ഇത് ചെയ്തിരുന്നു, സെല്ല് ചെയ്തിരുന്നു ഇവിടുത്തെ ലാൻഡ് ലോഡ്സിനോടും ഒക്കെ ആയിട്ട്. അപ്പൊ ആ സെറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഉള്ളത്. കിങ്കരകാവ്യം എന്നാണ് ടൈറ്റിൽ. Wish you all the best for that as well. നമുക്ക് ഡെഫിനറ്റ്ലി അത് ആ സമയത്ത് ഒന്ന് കണക്ട് ചെയ്യണം. ഡെഫിനറ്റ്ലി.